വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒരൊറ്റ ദിവസം കൊല്ലപ്പെട്ടത് 89 ഫലസ്തീനികളാണ്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 250-ലധികമാണ്. ഇവാക്വേഷൻ ഓർഡർ ഉണ്ടായ നിമിഷങ്ങൾക്കകം തന്നെയാണ് ഇസ്രായേലിന്റെ ഭൂമി ഉണ്ടായിരിക്കുന്നത്. ഒരു പേരിന് മാത്രമാണ് ഇവാക്വേഷൻ ഓർഡർ. സയനിസ്റ്റ് ഭീകരരുടെ ലക്ഷ്യം ഗസൻ ജനതയുടെ ഫലസ്തീനികളുടെ ഉന്മൂലനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവാക്വേഷൻ ഓർഡർ കൊടുക്കുകയും ഒപ്പം തന്നെ ബോംബുറപ്പിക്കുകയും ചെയ്യുന്നത്. അവർക്കിടയിൽ ഹമാസ് ഉണ്ടോ, ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് ഉണ്ടോ എന്നൊന്നും ഇസ്രായേലിന്റെ നോട്ടത്തിലില്ല. ഫലസ്തീനിന്റെ മണ്ണിലുള്ള ഏതൊരുവനും അവർ ശത്രുക്കളാണ്. അടുത്തൊരു തലമുറയുടെ പുനഃസൃഷ്ടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെക്കുക, അതുമാത്രമാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പദ്ധതി. ആ നിലയിലുള്ള അക്രമത്തിനാണ് സൈനിസ്റ്റ് ഭരണകൂടവും സൈന്യവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും മാത്രം താമസിക്കുന്ന വീടുകൾക്ക് നേരെ ബോംബിങ്ങും മിസൈൽ വർഷവും നടത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടാൻ കാരണമായത്. സദർ ഗസയിലെ മെഡിക്കൽ സൗകര്യങ്ങളോടുകൂടി നിലനിൽക്കുന്ന ഏക ആശുപത്രി ഇപ്പോൾ അൽ നാസർ ഹോസ്പിറ്റലാണ്. അവിടേക്ക് വേണം ഈ 250-ലധികം വരുന്ന പരിക്ക് പറ്റിയവരെയും കൊണ്ടുപോകാൻ, അവരെ അവിടെ ചികിത്സിപ്പിക്കാൻ. അടിയന്തര സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. പരിക്ക് പറ്റിയവർക്ക് ആവശ്യമായ ബ്ലഡ് ഡോണർമാരെ തേടി ഒരു വിഭാഗം ജനങ്ങൾ പരക്കം പായുന്നു. ചുരുക്കത്തിൽ ആശുപത്രിക്കുള്ളിൽ തന്നെ മറ്റൊരു യുദ്ധഭൂമിയാണ് അൽ നാസർ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. അത്രയും പരിതാപകരമാണ്. ഇപ്പോൾ ഗസയിലെ ഫലസ്തീനികൾ തീർത്തും ക്ഷീണിതരാണ്. അവർ ഓടി തളർന്നിരിക്കുന്നു. ഇനിയും മുന്നോട്ടോടാൻ അവർ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഓടാൻ സ്ഥലമില്ല, ഇനി ഞങ്ങൾ എങ്ങോട്ട് ഓടുന്നുവെന്ന് വേവലാതിപ്പെട്ട് അവർ മരണത്തിന് കീഴടങ്ങാൻ നിൽക്കുകയാണ്. മരണമാണ് ഈ വിശ്രമമില്ലാത്ത ഓട്ടത്തിനേക്കാൾ നല്ലതെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മധ്യ ഗസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി കേന്ദ്രത്തിലാണ് ഇസ്രായേലിന്റെ ആർട്ടിലറി ശല്യം ഇന്നലെ നടന്നത്. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മരിച്ചവരെയും പാതിയെയും മരിച്ചവരെയും തിരയുകയാണ്. ഇസ്രായേലി സൈന്യത്തിന് ആവശ്യം ഹമാസുകാരെയല്ല, ഫലസ്തീനിലെ എല്ലാ ജനതയും അവർക്ക് ഹമാസാണ്. കുട്ടികളും സ്ത്രീകളും വൃദ്ധരും രോഗികളും എല്ലാം അവർക്ക് ഹമാസിന്റെ ഗണത്തിലാണ്. ഇതിനിടയിൽ ഫലസ്തീനിലെ 14 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 14 പാർട്ടികൾ തങ്ങളുടെ എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ചുകൊണ്ട് ഫലസ്തീനു വേണ്ടി ഒന്നിക്കാനുള്ള പ്രഖ്യാപനത്തിൽ ബീജിംഗിൽ ഒപ്പുവെച്ചു. ഈ 14 പാർട്ടികളിൽ ഹമാസും ഫത്താ ഗ്രൂപ്പും ഉൾപ്പെടുന്നു. ബീജിംഗ് ഡിക്ലറേഷനിൽ യുദ്ധാന്തര ഗസയിൽ ഒരു ഇടക്കാല ദേശീയ ഐക്യ ഗവൺമെന്റിന് രൂപം നൽകാനാണ് തീരുമാനിച്ചത്. ഫലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജനറലായ മുസ്തഫ ബഗൂത്തി ഉടമ്പടിയിലെ പ്രധാന വിഷയങ്ങൾ ഒഴിവാക്കിയത് ഇങ്ങനെയാണ്. ഒന്ന്, ഫലസ്തീനിലെ എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഗസ ഇന്ന് അഭിമുഖീകരിക്കുന്ന വംശീയതക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടും. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേലിന്റെ കുതന്ത്രത്തിനെതിരെ ഇസ്രായേലിന്റെ ഈ കുടിയേറ്റ പ്രവണതയോട് സന്ധിയില്ലാതെ സമരം ചെയ്യാൻ തീരുമാനിച്ചു. 2, ഒരു ഇടക്കാല ദേശീയ സമവായ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ പ്രഖ്യാപനമാണ്. ആ ഗവൺമെന്റിനായിരിക്കും ഗസയെയും വെസ്റ്റ് ബാങ്കിനെയും ഏകീകരിച്ച് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക. ഇതൊരു സുപ്രധാന ചുവടുവെപ്പായാണ് കാണുന്നത്. കാരണം ഫലസ്തീന്റെ താൽപര്യങ്ങൾക്കെതിരായുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെ തടയിടാൻ ഇതിന് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ജനാധിപത്യ രൂപത്തിലുള്ള സർക്കാർ ഉണ്ടാകുന്നതുവരെ ഈ 14 ഗ്രൂപ്പുകളിലും തിരഞ്ഞെടുക്കുന്ന നേതൃത്വത്തിന്റെ കീഴിലുള്ള ഒരു ഇടക്കാല സർക്കാരായിരിക്കും ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഗസയ്ക്ക് പുറത്തുള്ള ഫലസ്തീനികളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുക. അധിനിവേശ പ്രദേശങ്ങളിലും ഗസയിലും ഗസയ്ക്ക് പുറത്തുള്ള ഫലസ്തീനികൾക്കുമായി 3 ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെ ഒരു പുതിയ ദേശീയ കൗൺസിൽ രൂപീകരിക്കണമെന്ന് ഈ കരാറിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഗസയിലും റഫേലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം ദേശസ്ഥിതി നിലനിർത്തിക്കൊണ്ടുപോകാനാണ്. അതുവഴി തങ്ങളുടെ ആധിപത്യം എന്നും ഫലസ്തീന്റെ മുകളിൽ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനെതിരെയുള്ള ഏറ്റവും വലിയ മുന്നൊരുക്കമായാണ് ബീജിംഗ് ഡിക്ലറേഷനെ ഫലസ്തീനികൾ കാണുന്നത്.